ലോഹങ്ങളിൽ സ്വർണം എന്നതുപോലെയാണ് മരങ്ങളിൽ ചന്ദനം. രണ്ടിനും നിറം മഞ്ഞ. മഞ്ഞ നിറമുള്ള ഒരു കാര്യം കൂടി സിനിമയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അത് സസ്പെൻസ്. സിനിമ കണ്ട് മനസ്സിലാക്കുന്നതാണ് നല്ലത്. കാരണം അത് പ്രത്യക്ഷമായും പരോക്ഷമായും സിനിമയിൽ പ്രതിപാദിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ. വിലായത്ത് ബുദ്ധ എന്ന സിനിമയെ ബൗദ്ധികമായ തലത്തിൽ കൂടി നോക്കിക്കണ്ടാൽ മാത്രമേ സിനിമ എത്രമാത്രം മനോഹരമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. തികച്ചും പച്ചയായ ജീവിതമാണ് വരച്ചു കാട്ടുന്നത്. എന്നിട്ടും പുതുമയുള്ള ദൃശ്യചാരുത നമ്മെ ആകാംക്ഷയോടെ പിടിച്ചിരുത്തും. ഡബിൾ മോഹനൻ എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത്. സത്യത്തിൽ ഡബിൾ എന്ന വാക്ക് ഷമ്മി തിലകന്റെ ഭാസ്കരൻ സാറിനാണ് കൂടുതൽ ചേരുകയെന്ന് തോന്നുന്നു. പിന്നെ എല്ലാവർക്കും ആ പേര് ചേരുമെന്നും സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മളും ഡബിൾ ആണെന്ന് തോന്നൽ അനുഭവപ്പെടുകയും ചെയ്യും. സിനിമയിൽ പറയുന്ന അർത്ഥത്തിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും. GR ഇന്ദുഗോപനും രാജേഷ് പിന്നാടനും ചേർന്ന് തയ്യാറാക്കിയ തിരക്കഥ മികച്ചതാണ്. കഥ വായിച്ചവരെയും ത്രില്ലടിപ്പിക്കുന്ന ദൃശ്യാനുഭവം ഒരുക്കിയ സംവിധായകൻ ജയൻ നമ്പ്യാരും തന്റെ പ്രഥമ സംരംഭം ആകർഷകമാക്കി. എടുത്തു പറയേണ്ട മറ്റു സംഗതികൾ ജേക്സ് ബിജോയുടെ സംഗീതം, ശ്രീജിത്ത് സാരംഗിന്റെ ചിത്രസംയോജനം, അരവിന്ദ് എസ് കശ്യപിന്റെ ഛായാഗ്രഹണം. അവസാനമായി ഒരു കാര്യം കൂടി പറയാം. തിയേറ്ററിൽ ആരൊക്കെയോ സച്ചി എന്ന പേര് കൂടെ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം സംവിധാനം ചെയ്യാനിരുന്ന സിനിമയാണ്. ഇതിന്റെ വിജയത്തിന് സച്ചിയോടും കടപ്പാടുണ്ടായിരിക്കുമെന്നതിൽ സംശയമില്ല. അദ്ദേഹം സംവിധാനം ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറെ കൂടി വ്യത്യസ്ത അനുഭവമായിരിക്കും നമുക്ക് സമ്മാനിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബുദ്ധം ശരണം ഗച്ഛാമി. ബുദ്ധം ശരണം ഗച്ഛാമി.